മലയാള സിനിമയുടെ ഗതി തന്നെ മാറ്റുന്ന പല സിനിമകളും മോളിവുഡിൽ പിറന്നിട്ടുണ്ട്. അങ്ങനെ ചില സിനിമകളെ നമ്മൾ എടുത്തു പറയും, ഈ സിനിമയാണ് മോളിവുഡിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചത് എന്ന്. അങ്ങനെ പലപ്പോഴായി പറഞ്ഞിട്ടുള്ളത് ഒരു സിനിമയുടെ പേരാണ് ബിഗ് ബി. മമ്മൂട്ടിയുടെ ബിഗ് ബി മലയാള സിനിമയുടെ തന്നെ ഗതി മാറ്റിമറിച്ചു എന്ന് പലരും പറഞ്ഞിരുന്നു. എന്നാൽ സംഭവം അതല്ല. പ്രേക്ഷകർക്ക് പുതിയൊരു എക്സ്പീരിയൻസ് സമ്മാനിച്ചാലും മലയാള സിനിമയുടെ ഗതി മാറ്റിമറിക്കേണ്ടത് മലയാളത്തിൽ വരുന്ന സംവിധായകരും തിരക്കഥാകൃത്തുക്കളും ഒക്കെയാണ്. അവർക്ക് ഇൻസ്പിറേഷൻ ആയത് ബിഗ് ബി അല്ല എന്നതാണ് മറ്റൊരു വാസ്തവം. മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ ക്ലാഷിനാണ് 2007 ഏപ്രിൽ സാക്ഷ്യം വഹിച്ചത്. മമ്മൂട്ടി ചിത്രമായ ബിഗ് ബിയും മോഹൻലാൽ, അൻവർ റഷീദ് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ഛോട്ടാ മുംബൈയും വലിയ ആവേശത്തോടെയാണ് ആരാധകർ വരവേറ്റത്. ഇന്നും ഈ രണ്ട് സിനിമകളെ പറ്റിയും സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കാറുണ്ട്. ഇപ്പോഴിതാ ഛോട്ടാ മുംബൈയെ കുറിച്ച് സംവിധായകൻ ഖാലിദ് റഹ്മാൻ പറഞ്ഞ വാക്കുകളാണ് ഏറ്റവും വലിയ വൈറലായിരിക്കുന്നതും. ബിഗ് ബിയുടെ സെറ്റിൽ ചെന്നപ്പോൾ ആ സിനിമ മലയാള സിനിമയെ മാറ്റിമറിക്കും എന്ന് തോന്നിയിരുന്നോ എന്ന ചോദ്യത്തോട് ഞങ്ങൾ ഛോട്ടാ മുംബൈയുടെ പുറകെ ആയിരുന്നു എന്നായിരുന്നു ഖാലിദിന്റെ മറുപടി. ദി ഹോളിവുഡ് റിപ്പോർട്ടേഴ്സ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഖാലിദിന്റെ പ്രതികരണം. സഹോദരനും ഛായാഗ്രനുമായ ജിംഷി ഖാലിദും അഭിമുഖത്തിൽ ഖാലിദിനൊപ്പം ഉണ്ടായിരുന്നു. ഛോട്ടാ മുംബൈയുടെ സെറ്റ് വളരെ കളർഫുൾ ആയിരുന്നു. അപ്പോൾ അവർ കാർണിവൽ ഷൂട്ട് ചെയ്യുകയായിരുന്നു. നിറയെ ജൂനിയർ ആർട്ടിസ്റ്റുകളും ബൈക്ക് റേസും കളർഫുൾ പാട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഖാലിദ് റഹ്മാൻ പറഞ്ഞത് ഇങ്ങനെ: ബിഗ് ബിയുടെ സെറ്റിൽ അഭിനേതാക്കൾ കോസ്റ്റ്യൂമെല്ലാം ഇട്ട് നടക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഇത് മലയാള സിനിമയിൽ കാണാത്ത വ്യത്യസ്ത രീതിയായിരിക്കും എന്ന് ഞങ്ങൾക്ക് തോന്നിയിരുന്നു. ആ സെറ്റിൽ അവർ അപ്പോൾ ഉണ്ടാക്കിയ അന്തരീക്ഷം തന്നെ വ്യത്യസ്തമായിരുന്നു എന്നാണ് ചിത്രത്തെക്കുറിച്ച് ജിംഷി ഖാലിദ് പറഞ്ഞത്. അമൽ നീരജ് സംവിധാനം ചെയ്ത മമ്മൂട്ടി നായകനായി എത്തിയ ബിഗ് ബി മലയാളത്തിലെ ഒരു കൾട്ട് ക്ലാസിക് ചിത്രമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. തിയേറ്ററിൽ വലിയ രീതിയിൽ വിജയമാകാതെ പോയെങ്കിലും പിൽക്കാലത്ത് ചിത്രം വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടു. അതേസമയം അൻവർ റഷീദ് ഒരുക്കിയ ഛോട്ടാ മുംബൈ വലിയ വിജയമായിരുന്നു ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത്. ഒരു പക്ക കളർഫുൾ എന്റർടൈനറായി ഒരുങ്ങിയ സിനിമയിൽ ജഗതി ശ്രീകുമാർ, മണിക്കുട്ടൻ, ബിജുക്കുട്ടൻ, സിദ്ദിഖ്, സായ്കുമാർ, കലാഭൻമണി എന്നിവരായിരുന്നു പ്രധാന റോളുകളിൽ എത്തിയത്. ഇപ്പോൾ ഈ സമയത്ത് അന്ന് അവിടുന്ന് ഉയർന്നു വന്ന ഇന്നത്തെ തലമുറയിലെ സംവിധായകരും എഴുത്തുകാരും ഒക്കെ ഛോട്ടാ മുംബൈയാണ് ഫോളോ ചെയ്യുന്നതെന്ന് അവരുടെ സിനിമകൾ കണ്ടാൽ തന്നെ വ്യക്തമാകും. കളർഫുൾ പാട്ടുകളും ഫ്രെയിമുകളും ഡാൻസും ഫ്രെയിമിങ്ങും ആൾക്കൂട്ടവും ഒക്കെ കാണുമ്പോൾ ഒരു ഛോട്ടാ മുംബൈ റെഫറൻസ് നമുക്ക് പലയിടത്തു നിന്നും എടുക്കാൻ കഴിയും. ഇവരുടെയൊക്കെ സിനിമ ആ ഒരു ചിത്രത്തിന്റെ അടിസ്ഥാനമാണെന്ന് പറയാൻ കഴിയും. അപ്പോൾ അവർ പറഞ്ഞത് കറക്റ്റ് ആണ്. അവരൊക്കെ ഛോട്ടാ മുംബൈയുടെ പുറയിലായിരുന്നു. പിന്നീട് വന്നത് അതേപോലത്തെ കാര്യങ്ങളും. അവസാനം അവർ പറയുന്നുണ്ട് ഇത് കുറെ മമ്മൂട്ടി ഫാൻസിന്റെ മോഹൻലാൽ കാര്യങ്ങളാണെന്ന്. ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അത്ഭുതത്തോടെയാണ് മോഹൻലാൽ ആരാധകർ ഇത് ഏറ്റെടുത്തതും. മോഹൻലാൽ ആരാധകർക്ക് ഛോട്ടാ മുംബൈ എന്ന് പറഞ്ഞാൽ ഒരു കൾട്ട് ക്ലാസിക് എന്റർടൈനർ ചിത്രമാണ്. ഇന്നും അവർ ആ ചിത്രത്തെ ഫോളോ ചെയ്യുന്നുണ്ട്. അതിന്റെയൊക്കെ ഫലമായിട്ടാണ് ഈ ചിത്രത്തിന്റെ റിലീസ് സംഭവിക്കാൻ പോകുന്നത്. ഉടനെ തന്നെ നമ്മുടെ മുന്നിലേക്ക് ഛോട്ടാ മുംബൈ റീമാസ്റ്റർ ചെയ്ത് 4Kയിൽ ഗംഭീരമായി നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നു. ഇതിനെ സ്വീകരിക്കാതിരിക്കാൻ പ്രേക്ഷകർക്ക് കഴിയില്ലല്ലോ. കാരണം ഇപ്പോഴത്തെ സിനിമാ തലമുറ പോലും ഛോട്ടാ മുംബൈ ആണ് ഫോളോ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ട. മറ്റൊരിടത്ത് മോഹൻലാലിനെ കുറിച്ച് വാചാലനായ സാക്ഷാൽ സൂപ്പർ സ്റ്റാർ ശിവരാജ് കുമാറിനെയാണ് നമുക്ക് കാണാനായത്. ഓം, ജയിലർ തുടങ്ങിയ സിനിമകളുടെ മലയാളികൾക്കിടയിൽ പ്രശസ്തനായ നടനാണ് ശിവരാജ് കുമാർ. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ചിത്രമായ ജയിലറിലെ അദ്ദേഹത്തിന്റെ അതിഥി വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അർജുൻ ജന്യ സംവിധാനം ചെയ്ത 45 എന്ന സിനിമയാണ് ഇനി പുറത്തിറങ്ങാനുള്ള ശിവരാജ് കുമാർ സിനിമ. ചിത്രത്തിന്റെ പ്രമോഷനായി നടൻ കേരളത്തിൽ എത്തിയിരുന്നു. ഇപ്പോഴത്തെ സിനിമയുടെ പ്രസ് മീറ്റിൽ നടൻ മോഹൻലാലിനെ കുറിച്ച് ശിവരാജ് കുമാർ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുകയും ചെയ്യുകയാണ്. വളരെ ഈസി ആയിട്ടാണ് മോഹൻലാൽ ഓരോ റോളും ചെയ്യുന്നത്. അദ്ദേഹം ആ കഥാപാത്രമായി മാറുകയാണ് ചെയ്യുന്നതെന്നും ശിവരാജ് കുമാർ പറയുന്നുണ്ട്. മോഹൻലാൽ സാറിന്റെ 2 സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. കവച എന്നായിരുന്നു ആ സിനിമയുടെ പേര്. ഒപ്പം എന്ന സിനിമയുടെ റീമേക്ക് ആയിരുന്നു അത്. പിന്നെ കിരീടത്തിന്റെ കന്നഡ റീമേക്കായ മൊഡാഡ മറയള്ളിയും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, ശിവരാജ് കുമാർ പറഞ്ഞു. ഒപ്പം മോഹൻലാലിന്റെ ഹിറ്റ് ഡയലോഗായ നീ പോമോനെ ദിനേശ പറയാനും ശിവരാജ് കുമാർ മറന്നില്ല. രാജ്ബി ഷെട്ടി, ഉപേന്ദ്ര എന്നിവരും 45 എന്ന സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. ഈ ചിത്രം നിർമ്മിക്കുന്നത് സൂരജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഉമ, രമേശ് റെഡ്ഡി, എം രമേശ് റെഡ്ഡി എന്നിവർ ചേർന്നാണ്. ചിത്രത്തിന് സംഗീതം നൽകിയിരിക്കുന്നതും സംവിധായകനായ അർജുൻ ജന്യ തന്നെയാണ്. കന്നഡ, ഹിന്ദി, തെലുങ്ക്, തമിഴ്, മലയാളം ഭാഷകളിലായി 45 റിലീസിനെത്തുകയാണ്. 2025 ഓഗസ്റ്റ് 15 ചിത്രം ആഗോള റിലീസായി പ്രദർശനം ആരംഭിക്കും.